ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നു വെണ്ടയ്ക്ക ഫ്രൈ. നമുക്ക് ചോറിൻ്റെ കൂടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെണ്ടയ്ക്ക ഫ്രൈ. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 400 ഗ്രാം വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് വേണം കട്ട് ചെയ്തെടുക്കാൻ, എന്നാലും നമുക്ക് പെട്ടെന്ന് വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം പച്ചമുളക്, 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി മല്ലിയില വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി. നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മളെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക നല്ല വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേണേൽ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താലും അധികം സമയം താമസം വരില്ല. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. വെണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അധികം താമസമൊന്നുമില്ല, വെണ്ടി ഫ്രൈ റെഡിയായി. ഇതിലേക്ക് നമ്മൾ അരമുറി നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ ചേർത്ത് കൊടുക്കും. ഒന്നുകൂടെ ഒന്ന് മിക്സാക്കാം. നമുക്ക് എളുപ്പത്തിൽ ഇത് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. വെണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. വെണ്ടയ്ക്കയുടെ സർവ്വ ഗുണങ്ങളും നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ ക്ഷണിക്കാം. കഴിച്ചോ? വെണ്ടയ്ക്കയുടെ ഈ ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാ? ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.